മഡ് ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില ആവശ്യമുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ചിക്കൻ മേൽ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടി അതുമേൽ വരിഞ്ഞെടുക്കാം. മസാലയ്ക്കായി ആവശ്യമുള്ളത് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പിന്നെ ഉപ്പ്. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച മസാലയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമ്മുടെ മസാല ചിക്കന് മേത്തൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വാഴന്റെ ഇലയിൽ നിന്ന് നല്ലോണം പൊതിഞ്ഞെടുക്കാം. പുറത്തേക്ക് കാണാത്ത രീതിയിൽ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കണം. വാഴന്റെ ഇലന്റെ മുകളിൽ നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പൊട്ടിപ്പോരാതിരിക്കാൻ നമ്മളൊരു കോപ്പർ വയർ കൊണ്ട് അത് ചുറ്റാണ്. ചിക്കൻ നമ്മൾ വാഴന്റെ ഇലയോട് പൊതിഞ്ഞ് അതിന്റെ മുകളിൽ ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. മണ്ണാവാതിരിക്കാനും നല്ലോണം ഒന്ന് പൊതിഞ്ഞു വരാനുമാണ് നമ്മളിപ്പോൾ ഇതിന്റെ ഉള്ളിൽ പൊതിഞ്ഞത്. ഇനി നമുക്കിത് മണ്ണ് ഇതിന്റെ മുകളിലൊന്ന് കവർ ചെയ്യാം. ചിക്കന്റെ മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണ് എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മണ്ണിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഈ മണ്ണെടുത്ത് ഇതിന്റെ ഫോയിൽ പേപ്പറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ തീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ അതിന്റെ മുകളിൽ വെക്കാൻ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കന്റെ മുകളിൽ മണ്ണിട്ടതിന് ശേഷം ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്നുകൂടി കവർ ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഒന്ന് ടൈറ്റ് നിൽക്കാനും മണ്ണ് കൊണ്ട് പോരാതിരിക്കാനാണ്. മൂന്ന് മണിക്കൂറായി ഇങ്ങനെ തീയിൽ തന്നെയാണ് ചിക്കന്. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അത് നമ്മളൊരു വാഴന്റെ ഇലയിലേക്ക് മാറ്റിയതാണ്. അപ്പൊ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ചിക്കന് കുറച്ചുകൂടി സ്പൈസി ആവാൻ വേണ്ടിയിട്ട് പച്ചമുളക്, ഉപ്പ്, വിനേഗർ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇതിന്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കുണ്ട്, തിന്നാനും നല്ല സൂപ്പറാണ്. അപ്പൊ നമുക്ക് നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.